നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. പുനലൂർ താലൂക്ക് ലൈബ്രറി സംഗമം. പുനലൂർ ബാലൻ അനുസ്മരണവും പുരസ്കാര വിതരണവും നടത്തി. വായനാക്കുറിപ്പ് വിജയികൾക്കുള്ള സമ്മാനവും വിതരണം ചെയ്തു. പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. നോർത്ത് മൈനാഗപ്പള്ളി ക്ഷീരസഹകരണ സംഘത്തിൽ തീവെട്ടിക്കൊള്ള നടക്കുകയാണെന്ന് ആരോപിച്ചാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ക്ഷീര കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പുനലൂർ വാളക്കോട് പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. പുനർനിർമ്മാണത്തിന് എസ്റ്റിമേറ്റ് എടുത്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ വീതി കുറഞ്ഞ പാലമാണ് വാളക്കോട് മേൽപ്പാലം. മൈനാഗപ്പള്ളിയിൽ മസ്ജിദിൽ മോഷണം. ഇമാമിന്റെ പണം അപഹരിച്ചു. മൈനാഗപ്പള്ളി തൈക്കാവ് മുക്കം മുഹീദ്ദീൻ മസ്ജിദിലാണ് മോഷണം നടന്നത്. വിശദമായ വാർത്തകളിലേക്ക്. പുനലൂർ താലൂക്ക് ലൈബ്രറി സംഗമം നടത്തി. പുനലൂർ ബാലൻ അനുസ്മരണവും പുരസ്കാര വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി. വായനാക്കുറിപ്പ് വിജയികൾക്കുള്ള സമ്മാനവും വിതരണം ചെയ്തു. പുനലൂർ താലൂക്ക് ലൈബ്രറി സംഗമമാണ് പുനലൂർ പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് പുനലൂർ ബാലൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടത്തി. കാസർഗോഡ് സ്വദേശി സിനാഷയ്ക്കാണ് പുരസ്കാരം സമ്മാനിച്ചത്. എൻ്റെ ഉഴാൻ പോയ പെണ്ണ് എന്ന കവിതയാണ് ഈ ഒരു അവാർഡിന് അയച്ചിട്ടുണ്ടായിരുന്നത്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഉഴാൻ പോയ പെണ്ണ് എന്ന് പറയുമ്പോൾ കർഷക പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി, അവളുടെ ദുരിതങ്ങളും അതിലപ്പുറത്തേക്ക് അവളുടെ ചെറുത്തുനിൽപ്പുകളും പ്രതിഷേധവും ഒക്കെയാണ് ആ കവിതയിൽ ഞാൻ വിവരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് ഇന്ത്യയിലെ കർഷക സമരത്തെ പ്രമേയമാക്കിക്കൊണ്ടുള്ള ഒരു കവിതയാണെന്ന് പറയാം. അതിനപ്പുറത്തേക്ക് പൊതുവെ നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ കൂടിയാണ് ഞാൻ ആ കവിതയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഇന്ന് വളരെയധികം ഇരുണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒരുപാട് അനീതികളും അടിച്ചമർത്തലുകളും ഒക്കെ നമ്മൾ കാണുന്നും അനുഭവിക്കുന്നുമുണ്ട്. അത്തരം പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വിഭാഗങ്ങളിൽ ഒന്നാണ് നമ്മുടെ കർഷകർ. അതുപോലെ തന്നെ അതിലും പ്രധാനമായി അത്തരം അനീതികളോട് ഏറ്റവും ശക്തമായി പ്രതിഷേധിക്കുന്ന ആളുകൾ കൂടിയാണ് നമ്മുടെ കർഷകർ. അതുകൊണ്ടാണ് രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെപ്പറ്റി എഴുതുന്ന സമയത്ത് ഞാൻ കർഷകരെ പ്രധാന പ്രമേയമാക്കിക്കൊണ്ട് എഴുതാൻ ശ്രമിച്ചത്. അതിലെ എൻ്റെ ഉഴാൻ പോയ പെണ്ണ് എന്ന് പറയുന്ന പെൺകുട്ടി നമ്മുടെ കർഷക സമൂഹത്തിൻ്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ തന്നെയും ഒരു ജനത എന്ന നിലയിൽ നമ്മുടെ പ്രതിനിധിയാണ്. പുനലൂർ ബാലൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ വിളക്കുടി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇനി നാളെയെന്നു മെഴി പൂട്ടുന്ന പൂവുകളിൽ ഉറയുന്ന ഗന്ധമുണ്ട്. ഇനി വരാന്ന് വിട പറയുന്ന മതിലേഖയിൽ വെളിച്ചമുണ്ട്. ഒട്ടകലെങ്കിലും നീയുണ്ടു ഞാനുണ്ടു, നമ്മളിൽ പൂത്ത നൽകനികളുണ്ട്. ഓരോ മുഖത്തും ചിരിയുണ്ട്, ദുഃഖമുണ്ട്. ആത്മനാളത്താൽ തെളിച്ച ചെറുതിരി ഒഴിഞ്ഞ് ഈ ഇരുട്ടിൻ സന്ധ്യയെയും തുടുത്തു വിടരുന്നോരുഷസ്സിനെയും ഒത്തു വരവേൽക്കണം. എത്ര ഗംഭീരമായ കവിത! മനുഷ്യനെ കുതിക്കുന്നവരാണ് മനുഷ്യൻ, ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്നതല്ല കവിത. അതായിരുന്നു ബാലണ്ണൻ്റെ കവിതകളിൽ. ഞാൻ വളരെ ചുരുക്കുകയാണ്. 2-3 കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, അതിലെങ്ങും ഒരു മൃത്യു ഭയം ഇല്ല. ഒരു കവിതയിൽ പോലും മൃത്യുബോധം ഇല്ല. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, തെന്മല ഓരത്ത കർഷകൻ മൃത്യുവെ വെട്ടി ജയിക്കവനാകുന്നു. അതുപോലെ തന്നെയാണ് വടക്കൻ പാട്ടിൽ പറയുന്നുണ്ടല്ലോ, ആ മൃതി വന്ന് ഇവിടെ താഴുകയാണ് എന്ന് അദ്ദേഹം പറയും. മൃതി ലജ്ജിച്ച് തലതാട്ടുന്നു ഒരവസ്ഥയാണെന്ന് വടക്കൻ പാട്ടിൽ പറയുന്നത്. അങ്ങനെ ജീവിതോത്സവം പകരുന്ന ഒരു കവിതയാണ് പുനലൂർ ബാലന്റെ എല്ലാം. വടക്കൻ പാട്ടായാലും വടക്കൻ പാട്ടാണ് അദ്ദേഹം എടുത്തത്, തെക്കൻ പാട്ടല്ല. പ്രൊഫസർ പി കൃഷ്ണൻകുട്ടി പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി. വായിക്കുന്ന പുസ്തകങ്ങൾ ഗ്രന്ഥശാലയുമായി ബന്ധപ്പെട്ട് അവിടുന്ന് എടുത്ത് വായിക്കുന്ന പുസ്തകങ്ങൾ ഡയറിയിൽ കുറിക്കുകയും ഗ്രന്ഥശാല സെക്രട്ടറിയുടെ ശുപാർശയോടുകൂടി താലൂക്കിലേക്ക് തരികയും താലൂക്ക് അത് മൂല്യനിർണ്ണയം നടത്തിയിട്ട് ചെറിയ സമ്മാനത്തോടുകൂടി ആ ബുക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യുക. അതിൽ തുടർന്ന് പിന്നെയും എഴുതുക. 5ാം ക്ലാസ്സിൽ വരുന്ന ഒരു കുട്ടി ഡിഗ്രി ലെവലിലേക്ക് പോകുമ്പോൾ ഏതാണ്ട് 10 കൊല്ലം നമ്മളോടൊപ്പം സഞ്ചരിച്ച്
വായനാക്കുറിപ്പ് തയ്യാറാക്കിയാൽ ചെറിയ സമ്മാനമാണ് കൊടുക്കുന്നതെങ്കിലും അതൊരു പ്രേരണയാണ്. PTLC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലെനു ജമാൽ അധ്യക്ഷത വഹിച്ചു. AJ പ്രദീപ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. PTLC വൈസ് പ്രസിഡന്റ് D ദിനേശൻ സ്വാഗതം പറഞ്ഞു. വായനാക്കുറിപ്പ് വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. M സലിം അനുമോദനം നിർവഹിച്ചു. ലൈബ്രറി സംഗമത്തിന്റെ ഉദ്ഘാടനം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KB മുരളീകൃഷ്ണൻ നിർവഹിച്ചു. സെക്രട്ടറി പ്രദീപ് കണ്ണങ്കോട് റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ശ്രീദേവി പ്രകാശ് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി സംഗമം നടത്തി. ഭരണിക്കാവിൽ സംഘടിപ്പിച്ച സംഗമം ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം വള്ളിക്കാവ് മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഭരണിക്കാവ് P കൃഷ്ണപിള്ള മെമ്മോറിയൽ ഹാളിലാണ് കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി സംഗമം സംഘടിപ്പിച്ചത്. ഗ്രന്ഥശാല സംഘം ജില്ലാ കൗൺസിൽ അംഗം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇംഗ്ലീഷ് ഭാഷയിലെ കുറച്ചെങ്കിലും പ്രാവീണ്യം ഉണ്ടാക്കിയെടുക്കുന്നതിന് വലിയ സഹായിച്ചത് അദ്ദേഹത്തിന്റെ ഈ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ. അതൊരു ഗ്രാമത്തിലെ ലൈബ്രറി ഒരു കാരണവശാലും ഇംഗ്ലീഷ് പുസ്തകം വാങ്ങി വെക്കാൻ പോകില്ല, മലയാള പുസ്തകങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങളുടെ ഒരു ശേഖരം ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെയേറെ ചെയ്യുന്ന നാട്ടിനോട് ഗ്രാമത്തിനോടും സ്വന്തം ഗ്രന്ഥശാലയോടും ഒരു ആഭിമുഖ്യം കാണിച്ചതിന് ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ വായനയിൽ അദ്ദേഹത്തെ എയർപോർട്ടിലൊക്കെ ജോലി കിട്ടുന്നതിനുള്ള കാരണമായി തീർന്ന ഈ ഗ്രന്ഥശാലയുടെ വായന. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച ഈ ഗ്രന്ഥശാലയിലേക്ക് ഞാൻ എവിടെ പോകുമ്പോഴും എത്ര ഉയരങ്ങളിലേക്ക് പോകുമ്പോഴും ഞാൻ എന്റെ മനസ്സിൽ ഈ ഗ്രന്ഥശാല നിലനിർത്തുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ ഗ്രന്ഥശാലയുമാണ് എന്റെ ബന്ധം ഇങ്ങനെ നിലനിർത്തുകയായിരുന്നു അദ്ദേഹം പറയുന്നത്. RS അനിൽ അധ്യക്ഷത വഹിച്ചു. കൗൺസിൽ വൈസ് പ്രസിഡന്റ് ബിനീഷ് ഭാവി പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു. R മദനമോഹനൻ, അജി ബാഹുലേയൻ, R സുജാകുമാരി, A സാബു, അനിത പ്രസാദ്, K വിജയമ്മ, KC സുഭദ്രമ്മ, രാജേന്ദ്രൻ ഉണ്ണിത്താൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. നോർത്ത് മൈനാഗപ്പള്ളി ക്ഷീര സഹകരണ സംഘത്തിൽ തീവെട്ടിക്കൊള്ള നടക്കുകയാണെന്ന് ആരോപിച്ചാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ക്ഷീര കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കർഷകർക്ക് കൃത്യമായി പാൽവില നൽകുന്നില്ല. ക്ഷേമനിധി കൃത്യമായി അടയ്ക്കാത്തതിനാൽ കർഷകർക്ക് പെൻഷൻ ലഭിക്കുന്നില്ല. ക്ഷീരകർഷകർക്ക് ലഭിക്കേണ്ട റിവോൾവിംഗ് ഫണ്ട് ഭരണസമിതി അംഗങ്ങൾ തട്ടിയെടുക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ക്ഷീരകർഷക സഹകരണ സമിതിയുടെ നേതൃത്വത്തിൽ വടക്കൻ മൈനാഗപ്പള്ളി സോമവിലാസം ചന്തയിലായിരുന്നു പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത്. മിൽമ മുൻ ചെയർമാൻ കല്ലട രമേശ് പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ പലിശ ഓരോ വർഷവും സംഘം ഉണ്ടാക്കുന്ന ലാഭം ഞങ്ങൾ ലോക്കൽ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ 25% ലോക്കലാണ് കൊടുക്കുന്നത്, ബാക്കി മിൽമയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ലാഭം, മിൽമയിൽ നിൽക്കുന്ന ലാഭം, വ്യാപാരത്തിൽ കിട്ടുന്ന ലാഭം ഒക്കെ എടുത്തുകൊണ്ട് നമ്മുടെ റിട്ടേൺ പ്രോസസ് കിട്ടുന്ന പൈസ കൊടുത്തുകൊണ്ട് ഞങ്ങൾ 5.8% ബോണസ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ, PM സെയ്ദ, അൻസാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. BJP സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് തേവലക്കരയിൽ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ 11 വർഷത്തെ ജനകീയ പദ്ധതികളെക്കുറിച്ചും അതുവഴി രാജ്യത്തുണ്ടായ വികസനവും ജനങ്ങളെ നേരിട്ട് ബോധ്യപ്പെടുത്തുന്നതിനായാണ് BJPയുടെ നേതൃത്വത്തിൽ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചത്. BJP തേവലക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. BJP കൊല്ലം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് S വേണുഗോപാൽ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കാര്യങ്ങൾ സാധാരണ ജനമനസ്സുകളെ എപ്പോഴും സ്പർശിക്കുന്നവർ തന്നെയായിരിക്കും. പാർലമെന്റ് മന്ദിരത്തിൽ അദ്ദേഹം കയറി ചെന്ന് പ്രധാനമന്ത്രി പദത്തിലേക്ക് ഇരിക്കുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ സേവകനാണ്, ഞാൻ നിങ്ങളുടെ സേവകനാണ്, നിങ്ങളെ ഭരിക്കുവാനല്ല നിങ്ങളെ സേവിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാന മുദ്രാവാക്യം എന്ന് പറയുന്നത് സേവനം, സദ്ഭരണം, അതുപോലെ ജനക്ഷേമം എന്ന് പറയുന്നതാണ്. ഭരണം എന്ന് പറയുന്നത് സേവനത്തിലൂന്നിയതായിരിക്കണം. രാഷ്ട്രീയം എന്ന് പറയുന്നത് സേവനത്തിലൂന്നിയതായിരിക്കണം. ആ സേവനത്തിലൂന്നിയ ഭരണവും രാഷ്ട്രീയവും കൈകാര്യം ചെയ്യുമ്പോൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ രാജ്യത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കൈകാര്യം ചെയ്യുമ്പോൾ അതേ സദ്ഭാവനയായിരിക്കണം, സദ്ഭരണമായിരിക്കണം അതുണ്ടാകേണ്ടത്. ജില്ലാ സെക്രട്ടറി തെക്കടം ഹരീഷ് മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം ജനറൽ സെക്രട്ടറി K സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ബിന്ദു ബലരാമൻ, ഡോക്ടർ വിജയൻ, ഹരികൃഷ്ണൻ, എബി, അജയകുമാർ, തേവലക്കര രാജീവൻ, മധുസൂദനൻ പിള്ള, ഹരികുമാർ, നിർമ്മല ജോൺസൺ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. തേവലക്കര ഗ്രാമപഞ്ചായത്തിൽ CCTV ക്യാമറ സ്ഥാപിച്ചു. വാർഷിക പദ്ധതിയിൽ 5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. ചവറ മണ്ഡലത്തിൽ പദ്ധതി നടപ്പാക്കുന്ന ആദ്യ പഞ്ചായത്താണ് തേവലക്കര.
തേവലക്കര ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചത്. 5 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വിനിയോഗിച്ചത്. പഞ്ചായത്ത് ഓഫീസ് പൂർണ്ണമായും ഇനി മുതൽ CCTVയുടെ നിരീക്ഷണത്തിലായിരിക്കും. ചവറ നിയോജകമണ്ഡലത്തിൽ പദ്ധതി നടപ്പാക്കുന്ന ആദ്യ ഗ്രാമപഞ്ചായത്താണ് തേവലക്കര. CCTVയുടെ സ്വിച്ച് ഓൺ കർമ്മം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. സിന്ധു നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അനസ് നാത്തയ്യത്ത് അധ്യക്ഷത വഹിച്ചു. ബിന്ദുമോൾ BS, P. ഫിലിപ്പ്, U. ഫാത്തിമ കുഞ്ഞ്, B. രാധാമണി, അനസ് യൂസഫ്, ബിജി ആന്റണി, S. ഓമനക്കുട്ടൻപിള്ള, ഷെമീന താഹിർ, അജിത സാജൻ, S. പ്രസന്നകുമാരി, ലളിത ഷാജി, പ്രിയങ്ക ശൈലേഷ്, I. അനസ്, അൻവർ MA, ബിസ്മി അനസ്, പ്രദീപ് A. ഫെർണാണ്ടസ്, സുനിൽ K, രതിദേവി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. കിഴക്കൻ മലയോര മേഖലകളിൽ നാട്ടിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകൾ ഭീതി വിതയ്ക്കുന്നു. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ചിറക്കടവ് 1-ാം വാർഡിലെ ജനവാസ മേഖലയിൽ കാട്ടാനകൾ പ്രദേശവാസികളെ ഭീതിയിലാക്കുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ വീണ്ടും കാട്ടാന ഇറങ്ങിയിരുന്നു. കാർഷിക വിളകളും നശിപ്പിച്ചു. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ചിറക്കടവ് 1-ാം വാർഡിലെ ജനവാസ മേഖലയിലാണ് കഴിഞ്ഞ ദിവസം കാട്ടാനകൾ ഇറങ്ങിയത്. കാട്ടാനകൾ കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി തുടരുന്നുണ്ട്. ചെറുകടവിലും സമീപ പ്രദേശങ്ങളിലും വന്യമൃഗശല്യം രൂക്ഷമാണ്. എന്നിട്ടും വേണ്ട നടപടി അധികൃതർ സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. 60 വർഷം കൊണ്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നവരാണ്, ഇവിടെ ജനിച്ചു വളർന്നവരാണ്. അന്നില്ലാത്ത ആനശല്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഈ കിടങ്ങെടുത്തതിൽ പിന്നാണ് ഇത്രയും കൂടുതൽ ആനശല്യം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആനയെ കിടങ്ങിനകത്താക്കി എടുക്കുകയും ചില ഭാഗങ്ങളിൽ കിടങ്ങിൽ കൂടി തന്നെ ആന കയറി ഇറങ്ങുകയും ചെയ്യുകയാണ്. യാതൊരു പ്രയോജനമില്ലാതെ സർക്കാരിന് പൈസ മുടക്കിയെന്നല്ലാതെ ഒരു പ്രയോജനവും ഇവിടെ ഉണ്ടായിട്ടില്ല. ഫെൻസിങ് ആണ് കുറെ കൂടെ പ്രയോജനം ഉണ്ടായിരുന്നത്. അത് ഇപ്പം വർക്കല്ല, യാതൊരു കാര്യവും ചെയ്യുന്നില്ല. നിരന്തരം സന്ധ്യയാവുമ്പോൾ മുതൽ ഇന്നലെ ഞങ്ങൾ തൊഴിലുറപ്പിന് വന്ന സമയത്തും ആന ഇറങ്ങി കൃഷി നശിപ്പിക്കുകയാണ്. ഇങ്ങനെ നിരന്തര ശല്യമാണ്. ഫോറസ്റ്റുകാർ ഇതിനൊരു പരിഹാരവും കാണുന്നില്ല. കാട്ടാനകളെ തുരത്താൻ തെന്മല ഫോറസ്റ്റ് ഡിവിഷൻ കേന്ദ്രീകരിച്ച് പ്രത്യേക ടീമിനെ നിയോഗിച്ചിട്ടും ചെറുകടവിൽ ഉൾപ്പെടെ ഇവരുടെ സേവനം ലഭിക്കുന്നില്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. രാപ്പകൽ ഭേദമന്യേ കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ അടിയന്തരമായ പരിഹാരം ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇപ്പം രാത്രിയും പകലും ആനശല്യമാണ്. ഒരു തരത്തിൽ മനുഷ്യന് ജീവിക്കാനോ ഒരു കൃഷി ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയാണ്. ഇതിപ്പോൾ ഇന്ന് വെളുപ്പിനെ 2 മണിക്ക് സംഭവിച്ച കാരണം ഈ കാണുന്നില്ല. നല്ല ഉറക്കവും ഈ മഴയും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പട്ടികൾ പോലും അറിയുന്നില്ല ആന വരുന്നത്. ഭയങ്കര ശല്യം, ജീവിക്കാൻ പറ്റാത്തൊരു നിവൃത്തിയായിക്കൊണ്ടിരിക്കുക. ഒരു കൃഷിയും ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഫെൻസിങ് കൊണ്ട് ഇപ്പം നമുക്ക് ട്രെഞ്ച് കൊണ്ട് യാതൊരു ഉപയോഗമില്ല. പിന്നെ ഉള്ളത് സോളാർ ഫെൻസിങ് ആയിരുന്നു. സോളാർ ഫെൻസിങ് ഇപ്പം ഈ ട്രെഞ്ച് വന്നതിന് ശേഷം അത് വർക്കിംഗ് കണ്ടീഷൻ അല്ല. ബാറ്ററി വർക്കിംഗ് ഇല്ല, സോളാർ പാനൽ വർക്കിംഗ് അല്ല. അങ്ങനൊരു ജീവിതം ഗതികിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണിപ്പോൾ. ന്യൂസ് ബ്യൂറോ, തെന്മല. സ്വന്തമായി വികസിപ്പിച്ചെടുത്ത വോട്ടിംഗ് മെഷീനിലൂടെ വോട്ട് രേഖപ്പെടുത്തി കുണ്ടറ കുടിക്കോട് ഗുരുദേവ സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് വിദ്യാർത്ഥികൾക്ക് വേറിട്ടൊരനുഭവം സമ്മാനിച്ചത്. കുടിക്കോട് ഗുരുദേവ സെൻട്രൽ സ്കൂളിലെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവം സമ്മാനിച്ചത്. തെരഞ്ഞെടുപ്പിന് വോട്ടിംഗ് മെഷീൻ സ്വന്തമായി നിർമ്മിക്കാമെന്ന ആശയം മുന്നോട്ട് വെച്ചത് പൂർവ്വ വിദ്യാർത്ഥികളായ ശ്രീഹരിയും അഭിജയുമാണ്. ഇതാണ് മെഗാണ്. ഇതാണ് ഈ സർക്യൂട്ടിന്റെ മെയിൻ കൺട്രോളർ. ഇത് മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇതാണ് ഇവിടുത്തെ അവൈലബിൾ ആയിട്ടുള്ള മോസ്റ്റ് ചീപ്പസ്റ്റ് മൈക്രോ കൺട്രോളർ. ഇത് 3K റെസിസ്റ്റർ. ഇത് ഡിസ്പ്ലേയുടെ കോൺട്രാസ്റ്റ് കൺട്രോൾ ചെയ്യാൻ. ഇത് സർക്യൂട്ടിലെ കണക്ഷൻ കിട്ടുകയും. ഇതിന് സ്കൂൾ അധികൃതർ പൂർണ്ണ പിന്തുണ നൽകിയതോടെ വോട്ടിംഗ് മെഷീൻ എന്ന ആശയം യാഥാർത്ഥ്യമായി. SGCS സ്റ്റാർട്ടപ്പിന്റെ ഭാഗമായി നീതി ആയോഗ് അദാൾ ടിങ്കറിംഗ് ലാബിലാണ് റോബോട്ടിക് ലാബ് അംഗങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് 4 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വികസിപ്പിച്ചത്. വിദ്യാർത്ഥികൾക്ക് സ്വയം സംരംഭങ്ങൾ തുടങ്ങാനും തൊഴിൽദാതാക്കളാകാനും ഗുരുദേവ സെൻട്രൽ സ്കൂൾ പ്രോത്സാഹനം നൽകുന്നു. ആദ്യത്തെ സ്റ്റാർട്ടപ്പ് സംരംഭകരായ ശ്രീഹരി കാലടി ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജിലെ 2ാം വർഷ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിയും അഭിജയ്
കൊട്ടാരക്കര IHRD കോളേജിലെ 2ാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയുമാണ്. ഇവരുടെ സാങ്കേതിക മാർഗനിർദ്ദേശവും പ്രേരണയും വഴിയാണ് പദ്ധതി നടപ്പാക്കിയത്. ഈ വർഷത്തെ നമ്മുടെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷന് വേണ്ടിയിട്ട് ഈ ലാബിൽ തന്നെ ഞങ്ങളൊരു വോട്ടിംഗ് മെഷീൻ വികസിപ്പിച്ചെടുത്തു. ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മുടെ ലാപ്പുകളിലും ഫോണുകളിലായിട്ട് ഓൺലൈൻ മീഡിയംസിലൂടെയാണ് വോട്ടിംഗ് നടത്തിയിരുന്നത്. ബട്ട് ഈ വർഷം ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ബാലറ്റ് മെഷീൻ വോട്ടിംഗ് മെഷീൻ ഈ ലാബിൽ ഈ കുട്ടികളുടെ എല്ലാവരുടെ സഹായത്തോടുകൂടി ഡെവലപ്പ് ചെയ്തു. സോ അതിൻ്റെ ഒരു വർക്കിംഗ് പ്രോസസ്സാണ് ഞങ്ങളിവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളിവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും ചീപ്പായിട്ടുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മൈക്രോ കൺട്രോളറാണ് R1 മെഗ. അതുപോലെ ബേസിക് ആയിട്ടുള്ള സപ്ലൈസ് ആയിട്ടുള്ള LCD ഡിസ്പ്ലേ റെസിസ്റ്റേഴ്സും ജമ്പർ ഫയൽസും ഒക്കെയാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത്. ബാക്കി ഞങ്ങൾ മേക്കിംഗ് കാണിച്ചത്. ഇത്തരം പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക വിദ്യയുടെ പ്രായോഗിക മുഖം അനുഭവപ്പെടുത്തുന്നതിനൊപ്പം സംരംഭകത്വത്തിനുള്ള താൽപര്യവും ആത്മവിശ്വാസവും വളർത്തിയെടുക്കുന്നതിന് സഹായിക്കുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പുനലൂർ വാളക്കോട് പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പാലം പുനർനിർമ്മിക്കുന്നതിന് എസ്റ്റിമേറ്റ് എടുത്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ ഏറ്റവും വീതി കുറഞ്ഞ പാലമാണ് വാളക്കോട് മേൽപ്പാലം. വാളക്കോട് പാലത്തിന്റെ ദുരവസ്ഥ കണ്ടിട്ടും തിരിഞ്ഞു നോക്കാതെ അധികൃതർ കണ്ണടക്കുകയാണ്. പാലത്തിന്റെ പുനർനിർമ്മാണത്തിനായി എസ്റ്റിമേറ്റ് എടുത്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. പാത തകർന്ന് മിക്കയിടത്തും കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. മഴക്കാലമായതുകൊണ്ട് തന്നെ കുഴികളിൽ വെള്ളം കെട്ടിക്കിടന്ന് അപകടങ്ങളും പതിവാണ്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന വാളക്കോട് മേൽപ്പാലം പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. റോഡ് തകർന്നിട്ട് മാസങ്ങളായി. ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും സഞ്ചാര യോഗ്യമല്ലാത്ത രീതിയിൽ വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് വാളക്കോടിനും അതുപോലെ തന്നെ കടയനാടിനിടയിൽ അപകടത്തിൽപ്പെടുന്നത്. മഴ കനത്തപ്പോൾ ഈ കുഴികളെല്ലാം തന്നെ കുളമായി മാറിയിരിക്കുകയാണ്. NH അധികാരികൾ നാളിതുവരെയായിട്ടും ഇതിനൊരു പരിഹാരം കാണുകയോ അല്ലെങ്കിൽ ഈ കുഴികൾ നികത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നടപടി എടുക്കുകയോ ചെയ്തിട്ടില്ല. രാത്രികാലത്ത് ഇരുചക്ര വാഹനങ്ങൾ പാലത്തിലെ കുഴിയിൽ വീഴുന്നത് പതിവാണ്. താമരപ്പള്ളി ജംഗ്ഷനും കലയനാട് വളവിലും ശാസ്ത്രീയമായി ഓടയില്ലാത്തതിനാൽ മഴവെള്ളപ്പാച്ചിലുണ്ടാകുന്നത് റോഡിലൂടെയാണ്. റോഡ് തകർന്നിട്ട് ആഴ്ചകളായി. മഴക്കാലം കഴിയുന്നതോടെ പുനലൂർ മുതൽ കോട്ടവാസൽ വരെ റോഡ് നന്നാക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. റോഡ് തകർന്നതിനാൽ തന്നെ വാഹനയാത്രികരും കാൽനടയാത്രികരും ഏറെ ദുരിതത്തിലാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടവട്ടം യൂണിറ്റ് കുടുംബസംഗമം നടത്തി. പ്രതിഭകൾക്ക് അനുമോദനം, ചികിത്സാ സഹായ വിതരണം എന്നിവയും നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൊരീക്കൽ ഇടവട്ടം യൂണിറ്റാണ് കുടുംബസംഗമം നടത്തിയത്. ഇതിന്റെ ഭാഗമായി പ്രതിഭകൾക്ക് അനുമോദനം, ചികിത്സാ സഹായ വിതരണം എന്നിവയും സംഘടിപ്പിച്ചു. കൊല്ലം ജില്ലാ പ്രസിഡന്റ് S ദേവരാജൻ കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് S രവികുമാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി A ജയകുമാർ സ്വാഗതം പറഞ്ഞു. പ്രതിഭകളെ ആദരിക്കൽ, ചികിത്സാ സഹായ വിതരണം എന്നിവയും ജില്ലാ പ്രസിഡന്റ് S ദേവരാജൻ നിർവഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ജോജോ K എബ്രഹാം മുഖ്യ പ്രഭാഷണം നടത്തി. ഏകോപന സമിതി കൊട്ടാരക്കര നിയോജകമണ്ഡലം പ്രസിഡന്റ് MM ഇസ്മയിൽ, കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് R വിജയൻപിള്ള, കൊട്ടാരക്കര നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി D മാമച്ചൻ, കൊല്ലം ജില്ലാ വനിതാ വിഭാഗം വൈസ് പ്രസിഡന്റ് N സുധാമണി, S വിനോദ്, S അജയകുമാർ പിള്ള, A സജികുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. മൈനാഗപ്പള്ളിയിൽ മസ്ജിദിൽ മോഷണം. ഇമാമിന്റെ പണം അപഹരിച്ചു. മൈനാഗപ്പള്ളി തൈക്കാവ് മുക്ക് മൊഹീദ്ദീൻ മസ്ജിദിലാണ് മോഷണം നടന്നത്. മൈനാഗപ്പള്ളി തൈക്കാവ് മുക്ക് മുഹയുദ്ദീൻ മസ്ജിദിലാണ് മോഷണം നടന്നത്. ഇമാമിന്റെ അലമാര കുത്തിത്തുറന്ന് പണം അപഹരിക്കുകയായിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ശാസ്താംകോട്ട പോലീസിൽ പരാതി നൽകി. അടിസ്ഥാനത്തിൽ പോലീസുകാർ ഇവിടെ വരികയും അവർ CCTV ദൃശ്യങ്ങൾ കോപ്പി ചെയ്തുകൊണ്ട് പോവുകയും അത് അന്വേഷണം നടക്കുന്നതായിട്ടാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും.
പുനലൂർ താലൂക്ക് ലൈബ്രറി സംഗമം പുനലൂർ ബാലൻ അനുസ്മരണവും പുരസ്കാര വിതരണവും നടത്തി. വായനാക്കുറിപ്പ് വിജയികൾക്കുള്ള സമ്മാനവും വിതരണം ചെയ്തു. പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. നോർത്ത് മൈനാഗപ്പള്ളി ക്ഷീരസഹകരണ സംഘത്തിൽ തീവെട്ടിക്കൊള്ള നടക്കുകയാണെന്ന് ആരോപിച്ചാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ക്ഷീര കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പുനലൂർ വാളക്കോട് പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. പുനർനിർമ്മാണത്തിന് എസ്റ്റിമേറ്റ് എടുത്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ വീതി കുറഞ്ഞ പാലമാണ് വാളക്കോട് മേൽപ്പാലം. മൈനാഗപ്പള്ളിയിൽ മസ്ജിദിൽ മോഷണം. ഇമാമിന്റെ പണം അപഹരിച്ചു. മൈനാഗപ്പള്ളി തൈക്കാവ് മുക്കം മുഹീദ്ദീൻ മസ്ജിദിലാണ് മോഷണം നടന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.